ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചായക്കടയിലെ ഉള്ളിവട റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ റെസിപ്പിയിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്തുവാന്നുള്ളത് മനസ്സിലാവും. അതൊരു പരസ്യമായ രഹസ്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, എന്നാൽ അറിയാത്ത ചിലരും എന്നെപ്പോലുള്ളവരുണ്ടായിരിക്കാം. ഞാൻ ഇന്നാണ് ഈ രഹസ്യം മനസ്സിലാക്കിയത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 2 സവാളയും, ആവശ്യത്തിന് കറിവേപ്പില, 3 പച്ചമുളക്, ആവശ്യത്തിന് ഇഞ്ചി. ഇത്രയും കൂടി ഒരു ചരുവോ അല്ലെങ്കിൽ സൈഡുള്ള ഒരു പാത്രത്തിലൊക്കെ മാറ്റുക. കാരണം നമുക്കതിനകത്തിട്ട് വേണം നമുക്ക് പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിന് പറ്റിയൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ട് അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ആദ്യം ഇടുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഉള്ളി നല്ലതായിട്ട് ഞെവടി ചേർക്കണം. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് അതിനകത്ത്. അതിലേക്ക് നമ്മൾ നന്നായിട്ട് അത് ഞെവടി ചേർത്ത് കഴിയുമ്പം ആ സവാളയെല്ലാം ഒന്നിലൊന്ന് വേർപെട്ട് കിട്ടും. അങ്ങനെ കിടന്നാലേ അത് ഉള്ളിവടയ്ക്കകത്ത് ഓരോന്ന് ക്രിസ്പായിട്ട് കിട്ടത്തുള്ളൂ, ഓരോന്നായിട്ട്, അല്ലെങ്കിൽ കട്ട കെട്ടി കിടക്കത്തില്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.25 കപ്പ് മൈദയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് തൈരും. ഈ തൈരാണ് പരസ്യമായ രഹസ്യം. ഞാൻ മുമ്പൊക്കെ ഇതിന് വേണ്ടിയിട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ അങ്ങനെ എന്തെങ്കിലും ചേർത്തായിരുന്നു ഉള്ളിവട ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ തൈര് ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാവുന്ന പുതിയൊരു അറിവായിരുന്നു എനിക്ക്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നും വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. എന്നിട്ട് ആ തൈരും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. പക്ഷേ എനിക്ക് ഇച്ചിരി ലൂസായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും 1/4 കപ്പ് മൈദയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് കാരണം ഞാൻ 2 കപ്പ് മൈദ, 2 സവാളയ്ക്ക് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് തൈരും മാത്രം ചേർത്താൽ മതി. ഞാൻ ചേർത്ത തൈരോ വെള്ളമോ എന്തോ ഒന്ന് ഇച്ചിരി കൂടിപ്പോയി. അത് കാരണമാണ് ഈ ബാറ്റർ ഇത്രയും ലൂസായിട്ട് കിട്ടിയേക്കുന്നത്. നിങ്ങൾ ചേർക്കുമ്പോഴും അത് കറക്റ്റ് അളവിൽ മാത്രം ചേർത്താൽ മതി. ഓവറായിട്ട് വെള്ളമോ തൈരോ കൂടിക്കഴിഞ്ഞാൽ തൈര് ആദ്യം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മാത്രം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്താൽ അത് കയ്യിൽ നിന്ന് വിട്ടു പോകുന്ന പരുവത്തിൽ കിട്ടും. അങ്ങനെ നന്നായിട്ട് കുഴച്ച് അതിനകത്ത് സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം മാവിൽ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ കുഴച്ച് കിട്ടുന്ന രീതിയിൽ അത് മിക്സായി കിട്ടുന്ന രീതിയിൽ അത് കുഴച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് അത് കുഴച്ച് കൊടുക്കുക. ആ ബാറ്റർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് ഒരുപാട് ലൂസാവരുത്. ആ ഒരു പരുവത്തിൽ വേണം നമ്മളത് കുഴച്ചെടുക്കുക. അതാണ് അതിൻ്റെ പരുവം. കയ്യിൽ വെള്ളയ്ക്കകത്ത് ഇരിക്കണം ഇച്ചിരി കട്ടിക്ക്. ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം മാത്രമേ അത് തുറക്കാവുള്ളൂ. കാരണം ആ തൈര് ചേർത്തേക്കുന്നത് പുളിച്ച് കിട്ടണം. അതുകൊണ്ട് 2 മണിക്കൂർ നമ്മളത് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് വേണം ഉള്ളിവട ഉണ്ടാക്കാൻ. ഓരോ ബോളായിട്ട് എടുത്തിട്ട് നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് നടുക്ക് ഹോളിട്ട് വേണം അത് വറുത്തെടുക്കാൻ. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ 2 ഉള്ളിവട സക്സസ് ആയിട്ട്, ബാക്കിയുള്ളതും സക്സസ് ആയിട്ട് തന്നെ എനിക്ക് ഈ 2 കപ്പ് മൈദയ്ക്ക് 7 ഉള്ളിവട വെച്ചിട്ടാണ്, 7-8 ഉള്ളിവട കിട്ടും നമുക്ക്. ഞാൻ 7 എണ്ണം വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തു. കാരണം ഒരുപാട് ഉണ്ടാക്കി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നും വെച്ചിട്ട്. സൈസ് ഇച്ചിരി വലുതാണെങ്കിലും ഉള്ളിവട നല്ല ഉള്ളിവടയായിരുന്നു. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും കുറ്റമോ കുഴപ്പമോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ എൻ്റെ വെർമിസെല്ലി റെസിപ്പി, ഉപ്പുമാവ് റെസിപ്പി കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ. നല്ല റെസിപ്പി ആയിരുന്നു, ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും അത് സക്സസ് ആയിരുന്നു. എളുപ്പമായിട്ട് ഉണ്ടാക്കാം. ഇതുവരെയും കുഴഞ്ഞു പോകുന്ന രീതിയിലാണ് അവരൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം നമ്മുടെ ഈ ഉള്ളിവടയും ട്രൈ ചെയ്ത് നോക്കുക. എനിക്കറിയാത്ത എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അതും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ ഉള്ളിവടയെക്കുറിച്ചോ ബാക്കിയുള്ള റെസിപ്പീസിനെ കുറിച്ചോ അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ധൈര്യമായിട്ട് പറയാം. എല്ലാവരും പെർഫെക്റ്റ് അല്ലല്ലോ, എല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ പറ്റും. ഞാൻ ഓരോ റെസിപ്പി ഇടുമ്പോഴും എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടല്ല ഞാൻ റെസിപ്പി ഇടുന്നത്. അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അത് തെറ്റായ രീതിയിൽ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നിട്ട് ഞാനത് കറക്റ്റ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നത് വരയ്ക്കും. ബായ്.